മാധ്യമപ്രവർത്തകൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ചെക്കുട്ടി, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് UPSC നിർദ്ദേശിച്ച 3 പേരുകൾ യഥാർത്ഥത്തിൽ സർക്കാരിന് ധർമ്മസങ്കടത്തിലാക്കി. കാരണം 3 പേരോടും പ്രത്യേകിച്ച് മമതയൊന്നുമില്ല. അതിൽ റവാഡയാകട്ടെ കൂത്തുപറമ്പ് വെടിവെപ്പിന് ഉത്തരവിട്ട ഉദ്യോഗസ്ഥനാണ്. 2012 അദ്ദേഹത്തെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയത് ആ കേസിൽ, നയനാർ സർക്കാർ എടുത്ത കേസിൽ. ഇപ്പോൾ നോക്കൂ, നിതിൻ അഗർവാളോ യോഗേഷ് ഗുപ്തയോ ആകട്ടെ അത്ര താല്പര്യവുമില്ല. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് എത്രമാത്രം സ്വീകാര്യമായിരിക്കും ഈ നിയമനം? സംസ്ഥാന സർക്കാരിന്റെ സ്വീകാര്യതയേക്കാൾ പ്രധാനം ഇത് അഖിലേന്ത്യാ സർവീസുകളാണ്. IPS എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ സർവീസാണ്. ഓൾ ഇന്ത്യ സർവീസിലുള്ള ആളുകളെ സംസ്ഥാനങ്ങളിൽ നിയമിക്കുന്ന സമയത്ത് തീർച്ചയായും അവരുടെ സീനിയോറിറ്റിയും അവരുടെ മറ്റ് കാര്യങ്ങളും പരിഗണിക്കാൻ സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവണം. അപ്പൊ അതല്ലാതെ അഖിലേന്ത്യാ സർവീസിലുള്ള ഒരാളെ ഇത് ന്യൂഡിയായിട്ട് ചവിട്ടിക്കൂട്ടുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അല്ലെങ്കിൽ പിന്നെ സംസ്ഥാനത്തിന് അഖിലേന്ത്യാ സർവീസിന്റെ സേവനം വേണ്ട എന്ന് നിശ്ചയിക്കണം. ഇത് നേരത്തെ തന്നെ സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് വിധി നൽകിയിട്ടാണ് ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിക്കുന്നത് അവർക്ക് ക്രിമിനൽ റെക്കോർഡ്സ് ഇല്ലാത്ത കാലത്തോളം, അവർ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇന്റഗ്രിറ്റി കാണിക്കുന്ന കാലത്തോളം അവര് ചുമതലകളിൽ സംസ്ഥാന സർക്കാരുകളോ രാഷ്ട്രീയ കക്ഷികളോ ഇടപെടാൻ പാടില്ല. അവരുടെ ചുമതലകൾ നിർവഹിക്കാൻ അവർക്ക് അവസരം നൽകണം എന്ന് കൃത്യമായിട്ട് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ആ ഒരു വിധി നേരത്തെയുള്ള സാഹചര്യത്തിൽ ഈ സംസ്ഥാന സർക്കാരിന് ആവശ്യമുള്ള ആളുകളെ, അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ, അവരുടെ ഇംഗിതങ്ങൾ നടപ്പിലാക്കുന്ന ആളുകളെ ഉയർന്ന പദവികളിൽ നിശ്ചയിക്കുക എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അതെപ്പോഴും കക്ഷി രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി സർവീസിനെ, സിവിൽ സർവീസിനെ ആയാലും ശരി, പോലീസിനെ ആയാലും ശരി ഉപയോഗിക്കുന്ന രീതിയുണ്ട്. പല സംസ്ഥാനങ്ങളിലും അതുണ്ട്. പക്ഷെ അത് ജനാധിപത്യത്തിന് ഒരിക്കലും ഭൂഷണമല്ല. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഇവരെ ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല, അവരുടെ പ്രൊഫഷണൽ റെക്കോർഡ്സ് എന്ത് എന്ന് മാത്രമാണ് നോക്കേണ്ടത്. ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥനായിട്ട് ഇവരുടെ ഇഷ്ടങ്ങൾക്കെതിരായിട്ട് അദ്ദേഹം വന്നാലും അദ്ദേഹത്തിന്റെ വഴിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവരുണ്ടാക്കും. എന്നിരുന്നാലും പ്രൊഫഷണൽ ആയിട്ടുള്ള ഇന്റഗ്രിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. അത് ശരിയായിട്ടൊരു തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. ശരി, നന്ദി ശ്രീ NPC കുട്ടി വാർത്തയോട് പ്രതികരിച്ചതിന്. റവാഡ ചന്ദ്രശേഖരനെ പുതിയ സംസ്ഥാന പോലീസ് മേധാവിയായി മന്ത്രിസഭാ യോഗം നിയമിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് നിയമനം. ആന്ധ്ര സ്വദേശിയായ റവാഡ ചന്ദ്രശേഖർ നിലവിൽ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ സെക്യൂരിറ്റി ഓഫീസർ, കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ സെക്രട്ടറിയാണ്. കൂത്തുപറമ്പ് വെടിവെപ്പ് സമയത്ത് കണ്ണൂർ ASP ആയിരുന്നു അദ്ദേഹം. അതാണ് ഈ നിയമനത്തിൽ ഒരു രാഷ്ട്രീയമായ കല്ലുകടിയുള്ളത്. പക്ഷേ അതേസമയം തന്നെ UPSC മുന്നോട്ട് വെച്ച പട്ടികയിൽ സർക്കാരിന് ഏറ്റവും സ്വീകാര്യനായ ഒരാൾ എന്ന അർത്ഥത്തിലും റവാഡ ചന്ദ്രശേഖർ മുൻപന്തിയിൽ നിൽക്കുന്നു. 2026 ജൂലൈ വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി. സംസ്ഥാന പോലീസ് മേധാവിയായി കഴിഞ്ഞാൽ 1 വർഷം കൂടി നീട്ടി നൽകിയേക്കും അദ്ദേഹത്തിൻ്റെ കാലാവധി എന്നുള്ളത്. കാരണം സംസ്ഥാന പോലീസ് മേധാവിയായിരിക്കെ 2 വർഷം സർവീസ് ഉറപ്പുവരുത്തണം എന്ന് നേരത്തെ തന്നെ സുപ്രീം കോടതിയുടെ റൂളിംഗ് ഉണ്ട് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം.